ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. മനസ്സിന്റെ 6 പ്രധാന പ്രവർത്തന രീതികളെ കുറിച്ച് കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ വിവരിക്കുകയുണ്ടായി. അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. ലെറ്റ് us മൂവ് ടു ദ പോയിന്റ്. യെസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരാമർശിച്ചത് വില്ല്, റീസൺ, ഇമോഷൻ, സെൻസസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്ന 6 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളാണ്. 7ാമത്തെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. കോൺഷ്യൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടുത്ത ഡിപ്പാർട്ട്മെന്റ്. ഇതിനെ നമുക്ക് മനസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മനസാക്ഷിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ പരിരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. തെറ്റിൽ നിന്ന് ശരിയെ വേർതിരിക്കുന്നതിനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് ഈ കോൺഷ്യസ്നെസ്സിനുണ്ട്. അതുപോലെ തന്നെ ലോജിക്കൽ റീസൺ ഉപയോഗിച്ചുകൊണ്ടല്ല ഇത് ശരി തെറ്റ് കണ്ടെത്തുന്നത്. അതിന് ഉള്ളിൽ ബേസിസ് ഓൺ ഫെയ്ത്ത്, ബിലീഫ് ആൻഡ് വാല്യൂസിന്റെ മുകളിലാണ് ഇത് ശരിയിൽ നിന്നും തെറ്റിൽ നിന്ന് ശരിയെയും വേർതിരിക്കുന്നത്. പ്രകൃതിയിലെ അലിഖിതമായ ധാർമ്മിക മൂല്യങ്ങൾ തെറ്റിക്കുമ്പോഴെല്ലാം ഈ മനസാക്ഷി മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്നാൽ ഈ മുന്നറിയിപ്പുകൾ വകവെക്കാതെ തുടർച്ചയായി തെറ്റിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ ഫാക്കൽറ്റി വീക്ക് ആവുകയും അവസാനം പ്രവർത്തനം നിർത്തുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കോൺഷ്യസ്നസ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീസണുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇമോഷൻസുമായിട്ടും ഈ കോൺഷ്യസ്നസ് എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം ലോജിക്കലി ഒരുപക്ഷെ ഒരു വാല്യൂസിനെയോ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യത്തെയോ നമുക്ക് തരംതിരിക്കാനായി പറ്റില്ല. അതിനെ നമുക്ക് ശരി തെറ്റ് വേർതിരിക്കാനായിട്ട് പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇമോഷൻസിന്റെ പ്രഷർ ഉണ്ടാകുന്ന സമയത്തും ഈ കോൺഷ്യസ്നെസ്സിന് വളരെയധികം യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. മനസാക്ഷി റീസണിങ് എബിലിറ്റിയിൽ നിന്നും ഇമോഷനിൽ നിന്നും പുറത്തു നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ധാർമ്മിക മൂല്യത്തെ തിരിച്ചറിയാനായിട്ട് എപ്പോഴും അതിന് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഡിപ്പാർട്ട്മെന്റിനെ ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉയർന്ന ജീവിത വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കും. എപ്പോഴും അതിശയകരമായ ജീവിത മുന്നേറ്റം ലഭിക്കാൻ മനസ്സാക്ഷിയെ കേൾക്കുന്നവർക്ക് സാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളുടെ ഡിസയർ അല്ലെങ്കിൽ അഭിലാഷം, പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം, എയിം അല്ലെങ്കിൽ ലക്ഷ്യം, ഇതിനെ വിശ്വാസവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ധാർമ്മിക മൂല്യങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ വളരെ ഉയർന്ന വിജയം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇതാണ് നമുക്ക് 7ാമത്തെ ഡിപ്പാർട്ട്മെന്റ്. മനസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഇതിന് നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ പരിചരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തത് HOD ഓഫ് 6th സെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. HOD ഓഫ് 6th സെൻസ് നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് 6th സെൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ 6th സെൻസ്? ആശയങ്ങളുടെ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് സ്റ്റേഷനാണ് ഈ 6th സെൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആശയങ്ങളെ സംപ്രേഷണം ചെയ്യുക അല്ലെങ്കിൽ ആശയങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഡ്യൂട്ടി. ആശയങ്ങളുടെ സിഗ്നലുകൾ ഓട്ടോമാറ്റിക്കായി സ്വീകരിക്കുകയും അതുപോലെ തന്നെ അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും വലിയ പ്രത്യേകത. ഈവൻ ഫ്രം ഔട്ട് ഓഫ് ദിസ് പ്ലാനറ്റ്, ഭൂമിയുടെ പുറത്തു നിന്നാണെങ്കിൽ പോലും, അതായത് ആകാശഗംഗയിലെ എവിടെ നിന്നും ഉയരുന്ന ഒരു ചിന്തയെയോ ഒരു ആശയത്തെയോ ഒരു സിഗ്നലിനെയോ സ്വീകരിക്കാനായി 6th സെൻസിന് കഴിയുമെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. പ്രോപ്പർലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു മൈൻഡിന് വേറെ മനസ്സുകളുമായും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായി സാധിക്കുമെന്ന് ശാസ്ത്രത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഇതിനെ ടെലിപ്പതി എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു ടെലിപ്പതി എന്ന് പറയുന്ന ഒരു സ്യൂഡോ സയൻസ് ആണ്, അഥവാ കപടശാസ്ത്രമാണ് എന്ന് പറയുന്നുവെങ്കിലും ഒരു വർക്കബിൾ റിയാലിറ്റി ആണെന്ന് റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് ഉള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം നമ്മളുടെ ഓരോരുത്തർക്കും അത്തരത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടാകാം. ടെലിപ്പതിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവത്തിൽ എന്നെ പഠിപ്പിക്കുന്നത് ടെലിപ്പതി ഈസ് വർക്കിംഗ്, ഇറ്റ് ഈസ് വർക്കബിൾ എന്നുള്ളതാണ്. അപ്പോ ഇതാണ് നമ്മളുടെ 8ാമത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ്, അടുത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. എന്നാൽ ഈ 9 ഘടകങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മളുടെ ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഉപയോഗിക്കാനായിട്ട് ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഘടകമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് വാട്ട് ദ
അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡിന്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡിന് ഇൻഫിനിറ്റ് ഇന്റലിജൻസുമായി ബന്ധപ്പെടുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കോൺഷ്യസ് മൈൻഡിന് സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ് പ്രപഞ്ചശക്തിയുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഇന്റലിജൻസുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള പ്രശസ്ത ഗ്രന്ഥകാരനും ലൈഫ് കോച്ചുമായിട്ടുള്ള നെപ്പോളിയൻ ഹിൽ പറയുന്നത്. നെപ്പോളിയൻ ഹിൽ അദ്ദേഹത്തിന്റെ ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കോച്ചിങ് നൽകിയതിലൂടെ അമേരിക്കയിലും യൂറോപ്പിലും നൂറുകണക്കിന് ശതകോടീശ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിച്ചേരുന്ന ഏത് ആശയവും അത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോ അവിടേക്ക് ഒരു ഐഡിയ ആയിക്കോട്ടെ, ഒരു പ്ലാൻ ആയിക്കോട്ടെ, ഒരു ഉദ്ദേശമായിക്കോട്ടെ, എയിം ആയിക്കോട്ടെ, എന്താണെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്താണെന്ന് നോക്കാതെ ആ സബ് കോൺഷ്യസ് മൈൻഡ് അത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മനഃപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം, ബോധപൂർവ്വം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയാസുകളെ, നമ്മുടെ പ്ലാനുകളെ, നമ്മുടെ പർപ്പസുകളെ, നമ്മുടെ എയിം വാട്ട് എവർ ഇറ്റ് ഈസ് അതിനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കാനായിട്ടുള്ള എഫേർട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോർ ക്ലോസർ പോലെയാണ് സബ് കോൺഷ്യസ് മൈൻഡിന് മുൻപിൽ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഗേറ്റ് കീപ്പർ പോലെയാണ് നിൽക്കുന്നത്. അതായത് ഈ കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളെയും അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടത്തിവിടാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ഒറ്റ കാര്യമുണ്ട്, ഒരാൾക്ക് ഒരു ടിക്കറ്റ് എടുത്ത്, ഒരു ഗേറ്റ് കീപ്പർ നിൽക്കുമ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് സിനിമാ തിയേറ്ററിനകത്തോട്ട് കിടക്കുന്ന ഒരാൾക്ക് ടിക്കറ്റ് കാണുമ്പോൾ കടത്തിവിടുന്നത് പോലെ ഈ കോൺഷ്യസ് മൈൻഡിന് ഇമോഷൻസുമായിട്ട് വരുന്ന ആശയങ്ങളെ അത് ഈ സബ് കോൺഷ്യസിലേക്ക് കടത്തിവിടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ നമ്മൾക്കൊരു ആശയം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, നമ്മളുടെ ഒരു പ്ലാൻ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, നമ്മളുടെ ഒരു ലൈഫ് പർപ്പസ് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ ആ പർപ്പസിന്റെ ഒപ്പം, ആശയത്തിന്റെ ഒപ്പം, ആ ചിന്തയുടെ ഒപ്പം നമ്മളുടെ ഇമോഷൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺഷ്യസ് മൈൻഡ് ആശയത്തെ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടത്തിവിടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വരും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആണ് നമ്മൾ ഇതിൽ ഓരോരോ പോർച്ചുകൾ നമ്മൾ പറയുന്നത്. അപ്പോൾ സമയത്തിന്റെ കുറവ് വലിയ ഒരു പരിമിതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് മനസ്സിന് എന്ന് പറയുന്ന 9 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അല്ലെങ്കിൽ ഫാക്കൽറ്റീസുകളുണ്ട്. അതിനെ ശരിയായി എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കാൻ തയ്യാറായാൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനായി സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം. വീഡിയോയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രീവിയസ് വീഡിയോയിലെ കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലിങ്കിലേക്ക് പോവുക. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ടോപ്പിക്കിൽ നിന്നും വിട പറയുകയാണ്. വീണ്ടും കാണും വരെ ഒരു ചെറിയ ഇടവേള. വെറുതെ ഇരിക്കുവാനല്ല, നന്മ ചെയ്യുവാൻ. ടിൽ ദെൻ, സീ യു, ഗുഡ് ബൈ.